കൊരട്ടി അമലോത്ഭവ മാതാപള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുനേർച്ച തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ജാതി മതഭേദമന്യേ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി തിരുനാൾ ചടങ്ങുകളിൽ പങ്കാളികളായത്. തിരുനാളിനോടനുബന്ധിച്ച് 1.5 ലക്ഷത്തിലധികം പേർക്കായി ഒരുക്കിയ സ്നേഹവിരുന്നായ ഊട്ടുസദ്യ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ഏകദേശം അരനൂറ്റാണ്ടിലധികമായി ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായ വിശ്വാസികൾക്ക് ആശ്വാസമായി നിൽക്കുന്നൊരു അഭയകേന്ദ്രമാണ് വിശുദ്ധ അന്തോനീസിൻ്റെ നാമധേയത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രം. ഇവിടെ ഓരോ വർഷവും 1.5 ലക്ഷത്തോളം തീർത്ഥാടകർ വിശുദ്ധ അന്തോനീസിൻ്റെ ഊട്ട് തിരുനാളിൽ പങ്കെടുക്കാനും നേർച്ച സദ്യ സ്വീകരിക്കാനുമായിട്ട് കടന്നു വരും. നമ്മുടെ ഈ തിരുനാളിന് 2-ാം തീയതി തിരുനാളിന് ആഘോഷമായി കൊടിയുയർന്നു. ഇന്ന് ആഘോഷമായ ഊട്ടുനേർച്ച നമ്മൾ നടത്തുകയാണ്. രാവിലെ 6:30 മുതൽ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. രാത്രി 8 മണിവരെ തുടർച്ചയായി ദിവ്യബലിയും നൊവേനയും ആരാധനയും ഉണ്ടാകും. ഇന്ന് 10:30-ക്കാണ് അഭിവന്യ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ആഘോഷമായ തിരുനാൾ ദിവ്യബലി. ആ തിരുനാൾ ദിവ്യബലിക്ക് ശേഷം നൊവേന, തുടർന്ന് ആരാധന, അതിനുശേഷം വിശുദ്ധ അന്തോനീസിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും തിരുസ്വരൂപങ്ങൾ ദേവാലയത്തിൽ നിന്ന് ഇറക്കി ദേവാലയം ചുറ്റി വീണ്ടും ദേവാലയത്തിലേക്ക് തിരിച്ചെത്തുന്ന രീതിയിൽ ആഘോഷമായൊരു പ്രദക്ഷിണം നടത്തുന്നു. ഈ പ്രദക്ഷിണത്തിലും ഈ തിരുനാൾ തിരുക്കർമ്മങ്ങളിലും ദിവ്യബലിയിലും ഒക്കെ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങൾക്ക് 100 കണക്കിന് അത്ഭുതങ്ങൾ സാക്ഷ്യപ്പെടുത്താനുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു നേർക്കാഴ്ച നമുക്ക് ഈ ദേവാലയത്തിൽ കാണാൻ പറ്റും. തിരുനാൾ സദ്യയിലും ആഘോഷമായ തിരുക്കർമ്മങ്ങളിലുമൊക്കെ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാവിലെ 6:30 തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ജോസഫ് ഓളിപ്പറമ്പിലിന്റെ കാർമ്മികത്വത്തിൽ തിരുനാൾ ദിവ്യബലി, നൊവേന, വചന സന്ദേശം, ആരാധന എന്നിവ നടന്നു. രാവിലെ 8:30 ഫാദർ നിജു ജോസഫിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കുകയും തുടർന്ന് തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ജോസഫ് ഓളിപ്പറമ്പിൽ ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള നേർച്ച സദ്യയുടെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. 9:30 കുട്ടികളുടെ ആദ്യ ചോറൂട്ട് ചടങ്ങുകളും ഉണ്ടായിരുന്നു. ആഘോഷമായ തിരുനാൾ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ റവറൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ജോൺസൺ കക്കാട്, ഫാദർ പ്രവീൺ മണവാളൻ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ യൗസപിതാവിന്റെയും തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടന്നു. ഫാദർ സിൻഡോ തൈപ്പറമ്പിൽ വചനപ്രഘോഷണം നടത്തി. കൊരട്ടി വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുനേർച്ച തിരുനാളിന്റെ ആശംസകൾ നേർന്ന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ റവറൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ. കൊരട്ടിയിലെ വിശുദ്ധ അന്തോനീസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ 2026 ആണ്ടിലെ വിശുദ്ധൻ്റെ ബഹുമാനാർത്ഥമുള്ള ഊട്ടുസദ്യ ഇന്ന് നടക്കുകയാണല്ലോ. ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഏവർക്കും നേരുന്നു. പതിവ് പോലെ ഈ വർഷവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് നാം ഈ തിരുനാൾ നടത്തുന്നത്. ഈ തിരുനാളിൻ്റെ ഭാഗമായി മിച്ചമായി വരുന്ന എല്ലാ തുകകളും സമ്പൂർണമായി പാവപ്പെട്ടവരുടെ ഉത്ഥാനത്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത്. സന്തോഷപൂർവ്വം ഈ തിരുനാളിൽ പങ്കെടുക്കുകയും നേർച്ചസദ്യ ഭക്ഷിക്കുകയും അതോടൊപ്പം തന്നെ വിവിധങ്ങളായ സംഭാവനകൾ നൽകി ഈ തിരുനാളിനെ മോടിപിടിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയ മക്കളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തമിഴ് ഭാഷയിൽ നടന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആരോഗ്യദാസ് നേതൃത്വം നൽകി. ഉച്ചതിരിഞ്ഞ് 3-നും വൈകിട്ട് 4:45 നടക്കുന്ന തിരുനാൾ ദിവ്യബലി, നൊവേന, ആരാധന എന്നീ ശുശ്രൂഷകൾക്ക് യഥാക്രമം ഫാദർ ജോൺ കാട്ടുപറമ്പിൽ, ഫാദർ അലൻ ആന്റണി പുതിയ കുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. 6:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബിനോയ് നേതൃത്വം നൽകും. രാത്രി 8-ന് നടക്കുന്ന തിരുനാൾ കൃതജ്ഞതാ ബലിക്കും നൊവേനയ്ക്കും ആശീർവാദത്തിനും സഹവികാരി ഫാദർ ശരത് ജോസ് പനക്കൽ കാർമ്മികനാകും. മതമൈത്രിയുടെ മാതൃകയായി ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് ഇമാം ഖലി ലത്തീഫി അൽ അർഷദി, ചീനിക്കൽ ഭഗവതി ക്ഷേത്ര സമിതി പ്രസിഡന്റ് വിശാലാഷൻ, തീർത്ഥാടന കേന്ദ്ര ഡയറക്ടർ ഫാദർ ജോസഫ് ഓളിപ്പറമ്പിൽ, കൊരട്ടി ഫൊറോന വികാരി ഫാദർ ജോൺസൺ കക്കാട് എന്നിവർ ചേർന്ന് ഇന്നലെ ഊട്ടുനേർച്ച തയ്യാറാക്കുന്ന അടുപ്പിൽ തീ കത്തിച്ചു.
500-ലധികം വോളണ്ടിയർമാരുടെയും കൊരട്ടി പോലീസിന്റെയും മേൽനോട്ടത്തിൽ വിപുലമായ പാർക്കിംഗ് സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുനാളിന്റെ 8ാം ദിനമായ ജൂൺ 16 രോഗികൾക്കായുള്ള പ്രാർത്ഥനാ ദിനമായി ആചരിക്കും.